പ്രിയരെ നമസ്കാരം. വരാഹ പുരാണത്തിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വരാഹ പുരാണത്തിലെ 11 ഭാഗങ്ങളിലെ 7 ഭാഗങ്ങൾ കഴിഞ്ഞ 5 വീഡിയോകളിലായി പ്രതിപാദിച്ചു കഴിഞ്ഞു. 6ാമത്തെ വീഡിയോയിൽ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയെക്കുറിച്ചും മരണാനന്തരം അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. വരാഹ പുരാണത്തിൻ്റെ 8ാം ഭാഗത്തിൽ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട 5 വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ മരം കൊണ്ടുള്ള വിഗ്രഹത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. വിവിധ തരം വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ശരിയായ രീതികൾ വിവരിക്കാൻ പൃഥ്വി ഭഗവാൻ വരാഹത്തോട് അഭ്യർത്ഥിച്ചു. മരം കൊണ്ട് ഒരു വിഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ തൻ്റെ ആവശ്യത്തിനായി ബാസിയ ലാറ്റിഫോളിയ, അതായത് മുരൾ മരം അഥവാ വെണ്ണ മരം തിരഞ്ഞെടുക്കണമെന്ന് വരാഹം മറുപടി നൽകി. മരം ശുദ്ധീകരിച്ച് ദേവന്റെ രൂപത്തിനനുസരിച്ച് രൂപം നൽകണം. ശേഷം ഉചിതമായ ചടങ്ങുകൾക്കിടയിൽ വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങിൽ കർപ്പൂരം, കുങ്കുമം, ചന്ദനം, ധൂപവർഗം തുടങ്ങിയ വിവിധ വസ്തുക്കൾ ദേവന് സമർപ്പിക്കുന്നു. സ്വസ്തിക ചിഹ്നം ഐശ്വര്യത്തിൻ്റെ അടയാളമാണ്. അതിനാൽ തന്നെ വിഗ്രഹത്തിന് രൂപം നൽകുമ്പോൾ ഭക്തൻ അത് മനസ്സിൽ സൂക്ഷിക്കണം. ഈ സ്വസ്തിക ചിഹ്നം വിഗ്രഹത്തിൽ കൊത്തിയെടുക്കണം. അതുപോലെ ശ്രീവത്സം, കൗസ്തുഭം തുടങ്ങിയ വിഷ്ണുവിൻ്റെ അടയാളങ്ങളും വിഗ്രഹത്തിൽ ആലേഖനം ചെയ്യണം. തുടർന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിഷ്ണുവിനെ ആ വിഗ്രഹത്തിൽ വസിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ദേവനെ ആവാഹിച്ചു കഴിഞ്ഞാൽ മരം ഇനി നിർജീവമായ ഒരു ഘടനയായി തുടരില്ല, മറിച്ച് ദേവതയുടെ രൂപമായി തീരുന്നു. തുടർന്ന് വിഗ്രഹം ആരാധനയ്ക്ക് യോഗ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ആരാധന നടത്തുമ്പോൾ ഒരു ഭക്തൻ ദേവന് ഒരു ഖീർ ഭോഗം അർപ്പിക്കണം. ദേവന്റെ മുൻപിൽ നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നത് നല്ലതായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് ഭക്തൻ ക്ഷേത്ര പരിസരത്ത് പ്രദക്ഷിണം നടത്തണം. പ്രദക്ഷിണം നടത്തുമ്പോൾ ഓം നമോ നാരായണ എന്ന പുണ്യമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ സ്ഥാപിച്ച വിഗ്രഹത്തെ ദിവസവും മുടക്കമില്ലാതെ ആരാധിക്കണം. വരാഹ പുരാണത്തിൻ്റെ 8ാം ഭാഗത്തിലെ 2ാം വിഭാഗത്തിൽ ശിലാവിഗ്രഹവുമായി ബന്ധപ്പെട്ട വസ്തുതകളെക്കുറിച്ച് വിവരിക്കുന്നു. ശുദ്ധവും കളങ്കമില്ലാത്തതുമായ ഒരു കല്ലിൽ നിന്ന് ദേവന്റെ രൂപം കൊത്തിയെടുക്കാൻ ഒരു പ്രഗത്ഭനായ ശില്പിയെ തിരഞ്ഞെടുക്കണം. ഒന്നാമതായി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപാധി കൊണ്ട് ഒരു ശില്പി കല്ലിൽ ദേവന്റെ രൂപരേഖ വ്യക്തമായി വരയ്ക്കുകയും പിന്നീടത് ശ്രദ്ധാപൂർവം കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുകയും ചെയ്യണം. തുടർന്ന് ദേവന്റെ വിഗ്രഹത്തിൽ അക്ഷതം തെളിച്ച് വിഗ്രഹം ശുദ്ധീകരിക്കുന്നു. ഒരു ഭക്തൻ ഒരു നെയ്വിളക്ക് കത്തിച്ച് ഓം നമോ നാരായണായ എന്ന പുണ്യമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ആ വിഗ്രഹത്തിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കണം. വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തിയായി കഴിഞ്ഞാൽ അവൻ രാത്രി മുഴുവൻ ഉപവസിക്കണം. പിറ്റേന്ന് രാവിലെ തൻ്റെ ദൈനംദിന ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം വെളുത്ത വസ്ത്രം ധരിച്ച് തൻ്റെ പഴയ പൂണൂൽ മാറ്റി പുതിയത് ധരിക്കണം. ഇങ്ങനെ സ്ഥാപിച്ച വിഗ്രഹം ആരാധനയ്ക്ക് യോഗ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു ശിലാവിഗ്രഹം സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമായി പൂർവ്വഭദ്രപാദം അഥവാ പൂർവ്വമേടം കണക്കാക്കപ്പെടുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനിടെ ഒരു ഭക്തൻ പാൽ അല്ലെങ്കിൽ വാൽ ഗോതമ്പ് പോലുള്ള ധാന്യം കഴിച്ച് ജീവിക്കണം. ആരാധനയുടെ ആചാരങ്ങളിൽ ദേവന്റെ മുന്നിൽ 4 വിളക്കുകൾ കത്തിക്കുക. 4 ചെറിയ കലങ്ങളിൽ ഓരോന്നിലും പഞ്ചഗവ്യം, വെള്ളം, ചന്ദനം, പാൽ പോലുള്ള വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. വേദമന്ത്രങ്ങൾ ജപിക്കാതെ ആരാധനക്രമങ്ങൾ അപൂർണമാണെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രിയരെ, വരാഹപുരാണത്തിൻ്റെ 8ാം ഭാഗത്തിലെ 3ാം വിഭാഗത്തിൽ മണ്ണും ചെമ്പും കൊണ്ടുള്ള വിഗ്രഹങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ഭക്തൻ ശ്രദ്ധാപൂർവം മനോഹരമായ ഒരു മണ്ണുകൊണ്ടുള്ള വിഗ്രഹം വിള്ളലുകളുടെ ലക്ഷണമില്ലാതെ നിർമ്മിക്കണം. മണ്ണുകൊണ്ടുള്ള വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയം ശ്രാവണരാശി, അതായത് മീനം രാശി സമയമാണെന്ന് പറയപ്പെടുന്നു. ദേവതയോട് വിഗ്രഹത്തിനുള്ളിൽ വസിക്കാൻ ആഹ്വാനം ചെയ്യണം. അതിനുശേഷം പുണ്യജലം, പഞ്ചഗവ്യം, ചന്ദനം തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ സഹായത്തോടെ വിഗ്രഹത്തിൽ ശുദ്ധീകരണം നടത്തുന്നു. മരം കൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ച വിഗ്രഹം പോലെയാണ് ആരാധനാക്രമങ്ങൾ. ചെമ്പ് വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയം ചിത്തിരരാശി, അതായത് ചിങ്ങരാശി സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്ക് അഭിമുഖമായി വിഗ്രഹം സ്ഥാപിക്കുകയും പുണ്യജലം, പഞ്ചഗവ്യം മുതലായവ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും വേണം. തുടർന്ന് വിഗ്രഹത്തിനുള്ളിൽ വസിക്കാൻ ദേവതയെ ക്ഷണിക്കുന്നു. പുണ്യമന്ത്രങ്ങൾ ഉരുവിട്ടാണ് പ്രാർത്ഥന നടത്തുന്നത്. അതോടെ വിഗ്രഹം പൂജിക്കപ്പെടാൻ യോഗ്യമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നടത്തേണ്ടത്. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 8ാം ഭാഗത്തിലെ 4ാം വിഭാഗം വെങ്കല വിഗ്രഹവുമായി ബന്ധപ്പെട്ടതാകുന്നു. വെങ്കല വിഗ്രഹം സ്ഥാപിക്കുന്നതിന് ഏറ്റവും ശുഭകരമായ സമയം ജ്യേഷ്ഠരാശി, അതായത് തുലാം രാശിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹം വടക്ക് ദർശനമായി സ്ഥാപിക്കണം. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഭക്തൻ ദേവന്റെ മുന്നിൽ 4 ചെറിയ കലങ്ങൾ വെക്കാൻ മറക്കരുത്. അവ ഓരോന്നിലും പഞ്ചഗവ്യം, വെള്ളം, ചന്ദനം, തേൻ തുടങ്ങിയ വസ്തുക്കൾ നിറച്ചിരിക്കണം.
പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആചാരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രിയരെ, വരാഹപുരാണം 8-ാം ഭാഗത്തിലെ 5-ാം വിഭാഗത്തിൽ വെള്ളിയും സ്വർണവും കൊണ്ടുള്ള വിഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ആചാരങ്ങൾ ചെമ്പ് അല്ലെങ്കിൽ വെങ്കല വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് സമാനമാണ്. ഒരു ഭക്തന് വീട്ടിൽ ആരാധിക്കാവുന്ന ദേവതയുടെ പേര് വെളിപ്പെടുത്തുവാൻ പൃഥ്വി വരാഹത്തോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ മറുപടി പറഞ്ഞു, ഒരു ഭക്തന് വീട്ടിൽ ഏതൊരു ദേവതയെയും ആരാധിക്കാം, പക്ഷേ 2 ശിവലിംഗങ്ങളെ ആരാധിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അതേപോലെ ഒരിക്കലും 3 സാലിഗ്രാമങ്ങളെയോ 3 ദുർഗാ വിഗ്രഹങ്ങളെയോ 2 സൂര്യ വിഗ്രഹങ്ങളെയോ ആരാധിക്കരുത്. ഒരു ഭക്തൻ ഒരിക്കലും സാലിഗ്രാമങ്ങളെ ഒറ്റ സംഖ്യയായി വരുന്ന 3, 5, 7 എണ്ണത്തിൽ കൂട്ടിവെച്ച് ആരാധിക്കരുത്. എന്നാൽ ഏക സാലിഗ്രാമത്തെ ആരാധിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. ഒരു ഭക്തൻ ഒരിക്കലും പൊട്ടിയതോ തകർന്നതോ ആയ ഇത്തരം വിഗ്രഹത്തെ ആരാധിക്കരുത്, കാരണം അത് ആരാധകന് നല്ലതല്ല. സാലിഗ്രാമത്തിലെ ഒരു ചക്ര അടയാളം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വിഗ്രഹം പൊട്ടിയതോ തകർന്നതോ ആയാലും അതിനെ ആരാധിക്കാം. 12 സാലിഗ്രാമങ്ങളെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ 12 കോടി ശിവലിംഗങ്ങളെ ആരാധിക്കുന്നതിനു സമാനമാണ്. സാലിഗ്രാമത്തിന് സമർപ്പിച്ചിരിക്കുന്ന ചർണാമൃത് പങ്കുവെക്കുന്നത് പാപമോചനം നൽകുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ ഒരു മനുഷ്യനായി അതിനാൽ പരിണമിക്കുന്നു. സാലിഗ്രാമം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഏതൊരാളും നരകത്തിൽ പോകുമെന്ന് ഉറപ്പാണ്. പ്രിയരെ, വരാഹപുരാണത്തിലെ 11 ഭാഗങ്ങളിലെ 9-ാമത്തെ ഭാഗത്തിൽ മരണാനന്തരം അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 9-ാമത്തെ ഭാഗത്തിൽ 4 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്ത്യകർമ്മങ്ങളിലെ ആദ്യ വിഭാഗം പിതൃയാഗമാണ്. പിതൃയാഗത്തിന്റെ, അതായത് അവസാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആചാരത്തിന്റെ അർത്ഥവും അതിന്റെ പ്രാധാന്യവും നിർവചിക്കാൻ പൃഥ്വി വരാഹത്തോട് അഭ്യർത്ഥിച്ചു. വരാഹ ഭഗവാൻ വിവരിച്ചു തുടങ്ങി. തന്റെ മകൻ ആത്രേയന്റെ മരണശേഷം മുനി നിമിയായിരുന്നു ആദ്യമായി പിതൃയാഗം അനുഷ്ഠിച്ചത്. 10,000 വർഷം തുടർച്ചയായി തപസ് അനുഷ്ഠിച്ചതിന് ആത്രേയ മുനി പ്രശസ്തനാണ്. ആത്രേയൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് നിമി തീവ്ര ദുഃഖം അനുഭവിച്ചു. ഒരുപക്ഷെ ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്നത് തന്റെ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗമായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ മാഘമാസത്തിന്റെ, അതായത് മിഥുനമാസത്തിന്റെ 12-ാം ദിവസം ശ്രാദ്ധ ചടങ്ങുകൾ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ആ ദിവസം അദ്ദേഹം നിരവധി ബ്രാഹ്മണരെ ക്ഷണിച്ച് ആത്രേയൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അതേ വിഭവങ്ങൾ അവർക്ക് നൽകി. ഒരു ദിവസത്തിനകം അദ്ദേഹം എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചു. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പിണ്ടദാന ചടങ്ങുകളും നടത്തി. പിണ്ടദാന ചടങ്ങുകൾ നടത്തുമ്പോൾ കൈകളിൽ കുറച്ച് കറുകപ്പുല്ല് പിടിച്ച് തെക്കോട്ട് ചൂണ്ടി അത്രയ നാമവും ഗോത്രവും ജപിച്ചു. രാത്രിയിൽ നിമി മാൻ തോലുകൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെ അടിയിൽ കറുകപ്പുല്ല് വിരിച്ച് ഇരിപ്പിടത്തിൽ ഇരുന്നു. തുടർന്ന് സ്വന്തം മൂക്കിന്റെ അഗ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം വളരെ തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന മാനസിക സമാധാനത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായില്ല. മരിച്ച പുത്രന്റെ ഓർമ്മകൾ അദ്ദേഹത്തെ അപ്പോഴും വേട്ടയാടി. പിണ്ടദാന ചടങ്ങുകൾ ആരും നടത്തിയിട്ടില്ലാതിരുന്നതിനാൽ ഞാനൊരു മോശം മാതൃക സൃഷ്ടിച്ചിരിക്കാം എന്ന കുറ്റബോധം നിമിയെ അലട്ടി. വരും തലമുറ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. രാത്രി ഉടനീളം ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ചിന്തകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആശങ്കാകുലനായി എഴുന്നേറ്റു. ദിവസങ്ങളോളം അസ്വസ്ഥമായ മാനസികാവസ്ഥയിൽ തുടർന്നു. ഒടുവിൽ ആ മാനസികാവസ്ഥ താങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമായപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണ് ലോകസഞ്ചാരിയായ നാരദൻ അവിടെ എത്തുന്നത്. വിഷമിക്കേണ്ട കാര്യമില്ലെന്നും താങ്കൾ ചെയ്തതെല്ലാം ഏറ്റവും ഉചിതമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിങ്ങളുടെ മരിച്ചുപോയ പിതാവ് പോലും ഈ വസ്തുതയ്ക്ക് ഉറപ്പു നൽകുമെന്ന് നാരദൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. വളരെ കാലം മുൻപ് മരിച്ചുപോയ തന്റെ പിതാവിനെ നിമി ഓർമ്മിച്ചു. അദ്ദേഹം നടത്തിയിരുന്ന ആചാരങ്ങൾ വാസ്തവത്തിൽ പിതൃയജ്ഞത്തിന്റെ ആചാരങ്ങളാണെന്ന് പിതാവ് നിമിയോട് വെളിപ്പെടുത്തി. പിതൃയജ്ഞത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് നിമിയുടെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, പിതൃയജ്ഞം എന്ന പേര് നൽകിയത് മറ്റാരുമല്ല, ആചാരങ്ങൾ ആദ്യം അനുഷ്ഠിച്ച ഭഗവാൻ ബ്രഹ്മാവ് തന്നെയാണ്. അതിനുശേഷം ബ്രഹ്മാവ് നാരദനോട് ആചാരങ്ങൾ വിവരിച്ചു. അതുകൊണ്ടാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നാരദൻ വ്യക്തമായി പറയാൻ കാരണം. മരണാസന്നനായ ഒരു വ്യക്തിക്കായി എന്തു ചെയ്യണമെന്ന് നേമിയുടെ പിതാവ് വിവരിച്ചു. മരണം അടുക്കുമ്പോൾ ഒരാൾക്ക് ബോധം നഷ്ടപ്പെടുകയും അത്യധികം ഭയപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് സമാധാനത്തോടെ മരിക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ നിരന്തരം വേദങ്ങൾ വായിക്കണം. പശുവിനെ ദാനം ചെയ്യുന്നത് മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ ശാന്തമാക്കുവാൻ സഹായിക്കുന്നു. മരിക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ വിശുദ്ധ മന്ത്രങ്ങൾ മുഴങ്ങുകയാണെങ്കിൽ അയാൾ ഭയപ്പാടില്ലാതെ സമാധാനത്തോടെ മരിക്കുന്നു.
മരണം ആസന്നമാണെന്ന് തോന്നുമ്പോൾ ഒരു കഷണം മധുപാർക്ക്, അതായത് തൈര്, തേൻ, നെയ്യ് എന്നിവയുടെ മിശ്രിതം ആ വ്യക്തിയുടെ വായ്ക്കകത്ത് വെച്ചു കൊടുക്കണം. അത് ചെയ്യുമ്പോൾ മരിക്കുന്ന ആളുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കണം. പിന്നെ മൃതദേഹം കൊണ്ടുപോയി എണ്ണ, നെയ്യ്, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ പുരട്ടി ശുദ്ധീകരിച്ച് ഒരു മരത്തിന് താഴെ വെക്കണം. പിന്നീട് മൃതദേഹം കൊണ്ടുപോയി തെക്കോട്ടൊഴുകുന്ന ഒരു നദിയുടെ തീരത്ത് ശ്മശാനത്തിലേക്ക് വെക്കണം. അതിനുശേഷം എല്ലാ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മൃതദേഹം കുളിപ്പിക്കണം. തുടർന്ന് തെക്കോട്ട് നയിക്കുന്ന ചിതയിൽ വെക്കണം. ചിത കത്തിക്കുമ്പോൾ, ഓ അഗ്നിദേവ, ഈ വ്യക്തി സ്വർഗത്തിലെത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും ദഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തി മൃതദേഹത്തിന്റെ തലയുടെ വശത്ത് ചിത കത്തിക്കണം. മൃതദേഹം അഗ്നിയെ ഏൽപ്പിച്ചതിന് ശേഷം പിണ്ടദാനം എന്നീ ചടങ്ങുകൾ നടത്തുന്നു. അവിടെ ഒത്തുകൂടിയ ആളുകൾ എല്ലാം വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് സ്വയം ശുദ്ധീകരിക്കണം. മൃതദേഹം അഗ്നിയിൽ ഏൽപ്പിക്കുന്ന സമയം മുതൽ അടുത്ത 10 ദിവസം വരെയുള്ള കാലയളവിനെ അശൗച, അതായത് പെല എന്ന് വിളിക്കുന്നു. മരിച്ചയാളുടെ അതേ ഗോത്രത്തിൽ നിന്നുള്ള എല്ലാ ബന്ധുക്കൾക്കും ഇത് ബാധകമാണ്. പ്രിയരെ, വരാഹപുരാണം 9-ാം ഭാഗത്തിന്റെ 2-ാം വിഭാഗത്തിൽ അന്ത്യകർമ്മങ്ങളിലെ അശൗചവും, അതായത് പെലയും പിണ്ടകൽപ്പത്തെയും കുറിച്ച് വിവരിച്ചു നൽകുന്നു. അശൗച, അതായത് പെല എന്നതിനാൽ അശുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ മരിച്ചയാളുടെ മകൻ അശുദ്ധനായി കണക്കാക്കപ്പെടുന്ന കാലഘട്ടമാണിത്. മരണം സംഭവിച്ച ദിവസം മുതൽ ആരംഭിച്ച് തുടർന്നുള്ള 10 ദിവസം ഈ കാലയളവ് തുടരും. പിണ്ടദാനം എന്നാൽ മരിച്ചയാളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുമെന്ന വിശ്വാസത്തിൽ ഒരു പ്രത്യേകതരം ഭക്ഷണം അർപ്പിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അശൗചകാലത്ത് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെയും പിണ്ടദാന ചടങ്ങുകളെയും കുറിച്ച് വിവരിക്കുമ്പോൾ ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു, ശ്രാദ്ധ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നയാൾ മരണം സംഭവിച്ച ദിവസം മുതൽ 3-ാം ദിവസം വരെ ഒരു നദിയിൽ കുളിക്കണം. കുളിച്ച ശേഷം മരിച്ചയാളുടെ പേരിൽ ധാന്യപ്പൊടി അടങ്ങിയ 3 പിണ്ടങ്ങൾ കൂടാതെ 3 കൈവെള്ളയിൽ കൊള്ളുന്ന വെള്ളവും നദിയിൽ അർപ്പിക്കണം. 4, 5, 6, 7 ദിവസങ്ങളിൽ മരിച്ചയാളുടെ പേരിൽ ഒരു പിണ്ടവും ഒരു കൈവെള്ള വെള്ളവും അർപ്പിക്കണം. ഒരിക്കലും ഒരേ സ്ഥലത്ത് പിണ്ടങ്ങൾ അർപ്പിക്കരുത്. അതിനായി വ്യത്യസ്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. 10-ാം ദിവസം മുടി മുറിച്ച് വസ്ത്രം മാറണം. എള്ള്, നെല്ലിക്ക, എണ്ണ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ തൈലം ശരീരത്തിൽ പുരട്ടി ബന്ധുക്കൾ, അതായത് സമഗോത്രങ്ങളിൽ ഉൾപ്പെടുന്നവർ കുളിക്കണം. 11-ാം ദിവസം ഏകോദിഷ്ട ശ്രാദ്ധം അഥവാ അടിയന്തരം നടത്തുന്നു. ഈ ചടങ്ങ് നടത്തുന്നതിനായി ബന്ധപ്പെട്ട വ്യക്തി ആദ്യം സ്വയം ശുദ്ധീകരിച്ചതിന് ശേഷം മരിച്ച വ്യക്തിക്കും മറ്റുള്ള പൂർവികർക്കും പിണ്ടം അർപ്പിക്കുന്നു. ഏകോദിഷ്ഠിത ശ്രാദ്ധത്തിന്റെ ആചാരങ്ങൾ 4 ജാതികൾക്കും ഒരുപോലെയാണ്. 13-ാം ദിവസം ബ്രാഹ്മണരെ ക്ഷണിച്ച് ഭക്ഷണം നൽകണം. ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുമ്പോൾ മരിച്ച വ്യക്തിയുടെ പേരിൽ ഒരു മതപരമായ വ്രതം, അതായത് സങ്കല്പം എടുക്കുന്നു. പിണ്ടം അർപ്പിക്കുന്നതിനായി നദീതീരത്തോ അനുയോജ്യമായ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു ബലിപീഠം നിർമ്മിക്കണം. തെക്കോ കിഴക്കോ ദർശനമായി ആചാരങ്ങൾ നടത്താം. പക്ഷേ ആ സ്ഥലം നായ്ക്കൾ, കോഴി, പന്നി തുടങ്ങിയ മൃഗങ്ങൾ എത്തിച്ചേരുന്നതിൽ നിന്ന് നന്നായി സംരക്ഷിക്കപ്പെടണം. ഈ മൃഗങ്ങൾ പിണ്ടദാനം നടത്തുന്ന സ്ഥലത്ത് എത്തിയാൽ ആത്മാവിന് മോക്ഷം നേടാൻ പ്രയാസമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിണ്ടദാന ചടങ്ങുകൾ ശുദ്ധമായ ഒരു സ്ഥലത്താണ് നടത്തേണ്ടത്. ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒത്തുകൂടിയ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനിരിക്കാം. കുട, വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത് ശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 9-ാം ഭാഗത്തിലെ 3-ാം വിഭാഗത്തിൽ അന്ത്യകർമ്മങ്ങളുടെ വികലമായ ശ്രാദ്ധവും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. ശ്രാദ്ധ ചടങ്ങുകളിൽ സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ചും അവ എങ്ങനെ തടയാമെന്നും വിശദീകരിക്കാൻ പൃഥ്വി ഭഗവാൻ വരാഹത്തോട് അഭ്യർത്ഥിച്ചു. വരാഹ ഭഗവാൻ മറുപടി പറഞ്ഞു, മരിച്ച വ്യക്തിയുടെ ആത്മാവിന് സമർപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഗുരുതരമായ പാപമാണ്. ഈ പാപം ആരെങ്കിലും ചെയ്താൽ ഒരു മുഴുവൻ പകലും രാത്രിയും ഉപവസിച്ചുകൊണ്ട് തന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. കിഴക്കോട്ട് ഒഴുകുന്ന നദിയിൽ കുളിക്കുക, തർപ്പണം നടത്തുക, എള്ള് അഗ്നിയിൽ അർപ്പിക്കുക, ശാന്തിപത്, മംഗൽപത് തുടങ്ങിയ നിരവധി ആചാരങ്ങളും അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതുണ്ട്. പശുവിൻ പാൽ, പശുവിന്റെ മൂത്രം, ചാണകം, തൈര്, കരിഞ്ഞ വെണ്ണ എന്നിവയുടെ മിശ്രിതമായ പഞ്ചഗവ്യം അല്ലെങ്കിൽ മധുപാർക്ക് കഴിക്കുന്നതും അത്തരമൊരു വ്യക്തിയെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണരോട് അനാദരവ് കാണിക്കുന്നതും ഗുരുതരമായ പാപമായി കണക്കാക്കപ്പെടുന്നു. അയോഗ്യരായ ബ്രാഹ്മണർക്ക് വസ്തുക്കൾ ദാനം ചെയ്യുന്നതും അനുചിതമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. ശ്രാദ്ധാചാരം ചെയ്യുന്നയാൾ ഈ പ്രവൃത്തികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 9-ാം ഭാഗത്തിലെ 4-ാം വിഭാഗത്തിൽ അന്ത്യകർമ്മങ്ങളിൽ മധുപാർക്ക് തയ്യാറാക്കലിനെ കുറിച്ച് വിശദീകരിക്കുന്നു. മധുപാർക്ക് തയ്യാറാക്കുന്ന രീതി വിവരിക്കുമ്പോൾ വരാഹ ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു,
സൃഷ്ടി പ്രക്രിയ ആരംഭിച്ച സമയത്ത് എൻ്റെ ദേഹത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് മധുപാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണിത് വളരെ ശുദ്ധമായിരിക്കുന്നത്. എൻ്റെ ആരാധനയ്ക്കിടെ മധുപാർക്ക് സമർപ്പിക്കുന്ന ഏതൊരാളും എൻ്റെ വാസസ്ഥലത്തെത്തും. മധുപാർക്ക് തയ്യാറാക്കാൻ തേനും തൈരും നെയ്യും തുല്യ അനുപാതത്തിൽ കലർത്തിയിരിക്കണം. ഈ വിഭവം തയ്യാറാക്കുമ്പോൾ എന്നെ സ്തുതിക്കുന്ന പുണ്യമന്ത്രങ്ങൾ നിരന്തരം ജപിക്കണം. മരിക്കുന്നയാൾക്ക് അല്പം മധുപാർക്ക് നൽകുന്നത് അവരുടെ ആത്മാവിനെ മോചിപ്പിക്കുന്നു. പ്രിയരെ, വരാഹപുരാണത്തിൻ്റെ 6-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 7-ാം ഭാഗത്തിൽ നരകത്തിൻ്റെ വിവരണവും പലവക എന്ന തലക്കെട്ടിൽ ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട നിരവധി വിവരങ്ങളുമായി വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.